ചേട്ടാ ഒന്ന് കയറ്റി വിടുക ചേട്ടാ, എനിക്ക് പോയിട്ട് ധൃതി ഉണ്ട് ചേട്ടാ. എന്റെ മോനെ ധൃതി പിടിപ്പിക്കാതെ ഞാൻ വിടാം. ചേട്ടാ അയാൾ നടുക്കൂടെ പോകുന്നുണ്ടോ ചേട്ടാ, ഒന്ന് ഹോൺ അടിച്ചു വിട്ടേ. ഫോണൊന്നും അടിക്കാൻ പറ്റത്തില്ല മോനെ, ആ പോകുന്ന വിമൽകുമാറാ. വിമൽകുമാർ ആരെ, ഗുണ്ടയോ? ഒന്ന് ഹോൺ അടിച്ചു വിടട്ടെ, അയാൾ പോട്ടെ. ഗുണ്ടയൊന്നും അല്ല, ഒരു സാധാരണക്കാരൻ തന്നെ. പക്ഷെ വിമൽകുമാർ പോകുമ്പോൾ ഞങ്ങൾ ഹോൺ അടിക്കാറില്ല, ഇച്ചിരി പ്രശ്നം. എന്ത് പ്രശ്നം ചേട്ടാ പറയുന്നത്? നമുക്കുണ്ട് ഇവിടെ പിടിപാട്. ചേട്ടാ അങ്ങ് ഹോൺ അടിച്ചു വിട്ടേ. എന്റെ മോനെ ഞാൻ ഒരു സൈഡിൽ കൂടെ കയറ്റി വിടാം, മോൻ ടെൻഷൻ അടിക്കാതെ. എന്റെ പൊന്നു ചേട്ടാ, എനിക്ക് 10:30 മുമ്പ് എത്തണം, ഒന്ന് കയറ്റി വിട്ടേ. എന്റെ പൊന്നു മോനെ നീ ഒന്ന് അടങ്ങ്. ചേട്ടൻ പറ്റില്ല, ഞാൻ ഹോൺ അടിക്കാം. ഇതെന്തോ ചേട്ടാ ഇങ്ങനെ? മോനെ വിമലേ, വിമലേ, മോനെ വിമലേ, ചേട്ടാ വിമലേ, ചേട്ടാ വിമലേ, ചേട്ടാ വിമലേ. ഇയാൾക്ക് എന്തോ പറ്റിയതാ? മോനെ പുള്ളിക്ക് ഒരു അസുഖമുണ്ട്, ഒരളവിൽ കൂടുതൽ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ പുള്ളിയുടെ ബോധം പോകും. അതുകൊണ്ടല്ലേ തന്നോട് ഓൺ അടിക്കണ്ടെന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, പുള്ളി ബോധം വരുമ്പോൾ അങ്ങ് എഴുന്നേറ്റ് പോകും. ഞങ്ങൾ നാട്ടുകാർക്ക് ഇതൊരു പതിവാണ്. അങ്ങനെയാണല്ലേ? നമുക്ക് പോയാലോ? എനിക്ക് 10:30 എത്തണമായിരുന്നു. വാ വാ വാ. വിമലല്ലയോ? ഹലോ. ഗണപതി പപ്പ മോരിയാ, എൻ്റെ വ്യക്തികളെല്ലാം മാറ്റണേ. ബിവറേജ് തുറക്കുമ്പോൾ ഫ്രണ്ടിൽ തന്നെ നിൽക്കാൻ പറ്റണേ. കരിക്ക അവനെ കുറേ നാളുകൾക്ക് ശേഷം എന്നെ ഇന്ന് ചതിച്ചില്ലേ? ഇതിന് എന്തെങ്കിലും ഒരു അവസാനം ഉണ്ടാവുമോ? വിഘ്നേശ്വരാ കാത്തോണേ, ഇന്നും കറക്റ്റ്. ആടാ സുധീഷ്, ഫ്രണ്ട് ഓഫ് വിമൽകുമാർ. അത് എൻ്റെ ഫ്രണ്ടിൽ നിന്ന് മാറിക്കും അങ്ങോട്ട്. ഇതിനകത്ത് തേങ്ങ ഉടക്കട്ടെ. ഈ തേങ്ങ ഉടക്കരുത്. പിന്നെ ഈ തേങ്ങ ഇവിടെ ഉടക്കാൻ കൊണ്ടൊന്നുമില്ല, എൻ്റെ ഗണപതിക്ക് ഉടക്കാൻ വന്നു കഴിഞ്ഞാൽ. സുഹൃത്തെ, ഇത് ഇവിടെ ഉടക്കരുത് പ്ലീസ്. പറയുന്നേക്ക് ഒരു പ്രശ്നമുണ്ട്. വിമൽകുമാർ അവിടെ നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് തേങ്ങ ഉടക്കണ്ട. വിമൽക്കാർ ഇതെടുത്തോണ്ട് ഓടുക പൊട്ടിച്ച് കഴിഞ്ഞിട്ട്. അത് എൻ്റെ പൊന്നു സുഹൃത്തെ, ഈ അമ്പലത്തിൽ റെക്കോർഡിംഗ് പോലും ഇട്ടിട്ടില്ല. എന്താ വിമൽകുമാർ നിൽക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് പറഞ്ഞത് ഉടക്കരുത് പ്ലീസ്. അവിടെ കറണ്ട് ഇല്ല, ഞാൻ നോക്കിയില്ല. ഇത് പൊട്ടിക്കട്ടെ, എനിക്കിത് ഗണപതിക്ക് കൊടുക്കാനുള്ളതെന്ന്. എന്തിനാണ് പറയുന്നത്? വെടിവഴിപാട് പോലും ഇല്ല ഇവിടെ. അതുകൊണ്ടല്ലേ പറയുന്നത് ഉടക്കരുത് പ്ലീസ്, ഉടക്കരുത്. അല്ല സുഹൃത്തെ, ഇവിടെ വിമൽകുമാറാണോ അതോ വിഘ്നേശ്വരനോ വലുത്? അത് വിഘ്നേശ്വരൻ തന്നെ, പക്ഷെ ഒരു മണിക്കൂർ നേരത്തേക്ക് വിമൽകുമാറാണ് അവിടെ വലുത്. പ്ലീസ്. ഞാൻ പറഞ്ഞ പോലെ എന്നെ സഹായിക്കണേ. എന്റെ പൊന്നലിയ, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ഈ തേങ്ങ ഇവിടെ പൊട്ടിക്കരുത്. ഇത് ഞാൻ പൊട്ടിക്കും. വിമലേ, 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 വിമലേ. വിമലേ, മോനേടാ, ഓക്കെ അല്ലേ? ആ
നീ ഒന്നും എന്നോട് ഇനി പറയണ്ട. നീ പറയുന്ന മൊത്തം പച്ച കള്ളം. നീ കള്ളനാ നീ. എൻ്റെ പൊന്നല്ലേ, ഞാൻ മനഃപൂർവ്വം അല്ലടാ. ഞാൻ നിൻ്റെ അടുത്ത് എപ്പോഴെങ്കിലും കള്ളത്തരം പറഞ്ഞിട്ടുണ്ടോടാ? ആ കള്ളത്തരം മാത്രമാണ് നീ പറയുന്നത്. എൻ്റെ പൊന്നെ താണ്ടെങ്കിലും ഞാൻ സാമിയാ. നിനക്കറിയാമോ എടാ, സത്യമായിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ആ ജംഗ്ഷൻ വന്നപ്പോഴത്തേക്ക് എൻ്റെ ഓടി വന്ന വണ്ടി അങ്ങ് നിന്നുപോയി. ഓ എന്തൊരു സത്യം. എടാ നീ വന്നായിരുന്നെങ്കിൽ ഞാൻ ആ പാടത്തിൻ്റെ നടുക്ക് വീഴുമായിരുന്നു. വീഴത്തില്ല. ഇതൊക്കെ ഞാൻ പോട്ടെന്ന് വെക്കാം. അമ്പലത്തിൽ വെച്ചാൽ പെങ്കൊച്ചിൻ്റെ മുന്നിൽ ഞാൻ ബോധം കെട്ടി വീണത് ഞാൻ എങ്ങനെ മുഖത്ത് നോക്കും ഞാൻ? അതെ, അമ്പലത്തിലെ കാര്യം മാത്രം നീ ഇവിടെ മിണ്ടരുത് കേട്ടോ. ഞാൻ അവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചത്, ഞാൻ പറഞ്ഞ അവൻ്റെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നി കേട്ടോ തേങ്ങ അടിക്കില്ലേ അവൻ അടിച്ചാൽ പറ്റും. ഞാനിപ്പോൾ ചെയ്യാനാ അതൊക്കെ വിട്ടെ. ഈ അമ്പലത്തിലെ കാര്യം ചോദിക്കുന്നതിന് നിനക്ക് അവളെ നന്നായിട്ട് അറിയുന്നല്ലേ? എന്നും ഈ അമ്പലത്തിൽ വന്ന് ഇവളെ കണ്ടൊന്ന് ഇളിച്ച് കാണിക്കുകയും ചെയ്യും, രണ്ട് ദൂരത്തോടെ അങ്ങ് പോവുകയും ചെയ്യും. എന്താ കാര്യത്തിനാ? നിനക്ക് എന്താ അവളോട് ഇഷ്ടമെന്ന് പറഞ്ഞാൽ നിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാമെന്നില്ലയോ? ഇഷ്ടം എന്നോടല്ല അവളോട് പറയണം. പറയാൻ സമയമാകുമ്പോൾ അവളോട് പറയും, എൻ്റെ വീട്ടുകാരോടും പറയും. ഞാനിനി ചത്ത് കഴിഞ്ഞിട്ട് പറയാനിരിക്കുമായിരിക്കും. അങ്ങനെ അവളെന്നെ എനിക്ക് അർജന്റ് കാര്യം പറയാനുണ്ട്. എനിക്ക് കേൾക്കണ്ട. അവിടെ പറയുന്നേ കാര്യം കേൾക്കണ്ട. അതൊന്ന് കേൾക്കടാ. എനിക്ക് കേൾക്കണ്ട. കേൾക്കണം. മോൻ രണ്ടര വർഷമായിട്ട് വിമലിൻ്റെ കൂടെയാണ്. മോനും നമ്മളെ മോനെ പോലെ തന്നെയാണ്. പക്ഷേ മോൻ പെട്ടെന്ന് പോയോണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അല്ല സാറേ, ഞാനത് പെട്ടെന്നെടുത്തൊരു തീരുമാനമല്ല. ഇപ്പം വീട്ടിലെ സാഹചര്യം എങ്ങനെയാണെന്ന് സാറിനും ടീച്ചറിനും അറിയാമല്ലോ. അപ്പം അച്ഛനാണെങ്കിൽ പണിയും കുറവ്, അവൾക്കാണെങ്കിൽ ഒരു ആലോചന വന്ന മട്ട. അപ്പം ഞാൻ പഠിച്ച ഫീൽഡിൽ തന്നെ എനിക്കിപ്പോൾ ഷിപ്പിൽ ജോലി കിട്ടിയേക്കുന്നത്. അപ്പം അത് പോയില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഒരു 3 മാസം കൂടെ ഉണ്ടാവും, എന്നിട്ടേ പോകുന്നുള്ളൂ. അല്ല മോനെ പോലെ ഒരു മോനെ അവനെ കൂട്ടായിട്ട് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അല്ല, അങ്ങനെ ഒരാൾ ടീച്ചറിനറിയാമല്ലോ. ഞങ്ങൾ പഠിക്കുമ്പോൾ മുതലേ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ്. അപ്പോൾ എനിക്ക് പകരം ഒരാൾ അവനെ അത് സെറ്റാകും തോന്നുന്നില്ല. ഞാനൊരു സജഷൻ പറയട്ടെ, നമുക്ക് അവനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിച്ചാലോ? അപ്പം അതെ ചേട്ടാ, നമ്മുടെ മോന് കല്യാണത്തിനുള്ള പ്രായമൊക്കെ ആയോ? പ്രായം കുറച്ച് കൂടിപ്പോയെങ്കിലേ ഉള്ളൂ. ഇതൊക്കെ നേരത്തെ ചെയ്യാനുള്ളായിരുന്നു. അല്ല ചേട്ടാ, നമ്മുടെ മോൻ അങ്ങനെ ഒരു അസുഖം ഉള്ളത് കൊണ്ടേ ആരെങ്കിലും അവന് പെണ്ണ് കൊടുക്കുമോ? അതിന് ആർക്ക് അസുഖം? ആരോടത്ത് പറയാൻ പോകുന്നു? എടി നീ ഒരു കാര്യം മനസ്സിലാക്കുള്ളത്, നിനക്ക് പെൻഷൻ പറ്റിയ പൈസ നിൻ്റെ കയ്യിലുണ്ട്, എൻ്റെ കയ്യിലും പെൻഷൻ പറ്റിയ പൈസ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ അവന് ആവശ്യത്തിനധികം വസ്തുവും പെരേഡും എല്ലാം ഉണ്ട്. ആ കൂടെ ഒറ്റ മോൻ, ഇത് കൂടെ എന്ത് വേണം? എന്നാലും ഇതൊക്കെ മറച്ചു വെച്ചിട്ട് ഒരു പെങ്കൊച്ചിനെ നമ്മൾ ചതിക്കുമല്ലേ ചേട്ടാ? ഒരു എന്നാലും ഇല്ല. നീ കേട്ടിട്ടില്ലേ, പണത്തിന് മേലെ പരുന്തും പറക്കത്തില്ല. അതുകൊണ്ട് നീ ആടുത്ത് പറയാനും പോണ്ട. കല്യാണം കഴിഞ്ഞിട്ടേ പെണ്ണിൻ്റെ അടുത്തേ പരുവം പോലെ നമുക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. ഏത് അല്ല നീ ഓടിച്ചെന്നൊന്നും പറഞ്ഞ കളയില്ല. അപ്പോൾ അവനെ കെട്ടിക്കാവുന്ന തന്നെയാണോ പറയുന്നേ? ഓ, കെട്ടിക്കാൻ തന്നെ. ഒരുപാട് നേരമായി. ഞാൻ സുധീഷിനോട് പറഞ്ഞായിരുന്നു ഇങ്ങോട്ട് വരാനേ. നമ്മൾ അമ്പലത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട്, പക്ഷേ ചിരിച്ചു കാണിക്കുമെങ്കിലും ഒന്നും മിണ്ടിയിട്ടില്ലല്ലോ. പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിൽ കല്യാണാലോചന നടത്തുന്നുണ്ട് അച്ഛൻ. അപ്പം ഞാൻ വിചാരിച്ച് ഇയാളുടെ കാര്യം അച്ഛനോടൊന്നേ പറയാം, ഒന്ന് പ്രപ്പോസൽ വെക്കാമെന്ന് വെച്ച്. അപ്പോൾ അച്ഛനോട് ഓക്കെ പറഞ്ഞ് അച്ഛൻ സമ്മതിക്കുവാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും. എന്നാൽ പിന്നെ ഞാൻ അച്ഛനോട് സംസാരിച്ചിട്ട് ഞാൻ പറയാം. സുധീഷ് പറയും. കുഴപ്പമില്ലല്ലോ. ശരി, എന്നാൽ ഞാൻ പെട്ടെന്ന് എടുക്കാം ചേട്ടാ, പെട്ടെന്ന് എടുക്കുക. ആരെന്തുവാ ചേട്ടാ, അവിടെ ഫുട്ബോൾ ടൂർണമെന്റ് നടക്കണം, അങ്ങോട്ട് പെട്ടെന്ന് പോട്ടെ. എന്ത് കാര്യം ചേട്ടാ? അങ്ങോട്ടല്ലയോ? അല്ല, എൻ്റെ കൂട്ടുകാരനുണ്ട് എൻ്റെ കൂടെ. അത് കുഴപ്പമില്ല, ഞാൻ ഇവിടം വരെ ഉള്ളന്ന്, താഴെ വരെ ഉള്ളു. പെട്ടെന്ന് എടുക്കുക, പോട്ടെ, പെട്ടെന്ന് ചേട്ടാ. പോട്ടെ. ചേട്ടൻ്റെ വീട് എവിടെ? എൻ്റെ വീട് മണക്കാല.
ഇപ്പൊ എവിടെ പോയതാ? ഞാൻ ആവശ്യത്തിന് വേണ്ടി പോയാ. എനിക്ക് മനസ്സിലായി, ഞാൻ കണ്ട്. ചേട്ടാ ചേട്ടാ വണ്ടി ഒന്ന് നിർത്തി, വണ്ടി ഒന്ന് ഒതുക്കി. ഒന്ന് ഹലോ, എന്താ ജയിച്ചോ? ഉറപ്പാണോ? ബൊമ്മാളെ. വീട് അച്ഛാ, സുധീഷ് പറഞ്ഞ് എനിക്ക് കല്യാണം ആലോചിക്കുന്നുണ്ടെന്ന്. അച്ഛാ അമ്മയോടും കൂടെ ഒന്ന് പറഞ്ഞിട്ടേ, മറ്റേ അശ്വതി എന്ന് പറയുന്ന കൊച്ചിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ അമ്പലത്തിൽ വെച്ച് കാണാറുണ്ട്. ഞാൻ ആ കൊച്ചിനോട് സംസാരിച്ചു, അത് ഓക്കെയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് പക്ഷേ അല്ലേ തുളസി എന്ന് പറയുന്ന പുള്ളിയുടെ മോള്. ഓ, ഞാൻ എച്ചമ്മായിട്ടിരുന്നപ്പം അവിടെ കഞ്ഞി വെക്കാൻ വന്നവൻ്റെ മോള്, അവളെ നിനക്ക് കെട്ടണം. എൻ്റെ പൊന്നു മുന്നിൽ നിനക്ക് എങ്ങനെ എൻ്റെ അടുത്ത് വന്ന് പറയാൻ തോന്നി? എടാ, ഈ സമൂഹത്ത് എൻ്റെ നിലയും വില എന്താണെന്ന് എനിക്കറിയാമോ? എടാ, എൻ്റെ അന്തസ്സിന് പറ്റിയ ബന്ധമാണാടാ അത്. 10 പൈസന് ഉപയോഗമില്ലാത്ത പട്ടികളെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വരണമെന്ന്. അല്ലച്ച, എൻ്റെ അസുഖവും കാര്യങ്ങളും എല്ലാം അവൾക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതാകുമ്പം എനിക്ക് എന്നെ അറിയാവുന്ന അല്ലേ. എൻ്റെ പൊന്നു കുഞ്ഞ്, നിനക്ക് ഒരു അസുഖമില്ല. പിന്നെ മോനൊരു കാര്യം മനസ്സിലാക്കണത്, ഈ പൈസയുള്ള ആണുങ്ങളെ പിറകെ എന്തായാലും പെണ്ണുങ്ങൾ വരും. അതുപോലെ ഒരു പെണ്ണ ഈ അശ്വതി. അത്രയേ ഉള്ളൂ. അച്ഛൻ നല്ലൊരു ബന്ധം നോക്കി വെച്ചിട്ടുണ്ട്, അത് നീ കെട്ടിയാൽ മതി. നല്ല മുതലും എല്ലാം ഉണ്ട്. പറഞ്ഞ് മനസ്സിലായ? വേറെ വല്ല ഉദ്ദേശം എൻ്റെ മോനുണ്ടെങ്കിൽ അറിയാലോ. ഒന്നുകൂടെ ആലോചിച്ചിട്ട്. ഒന്നും ആലോചിക്കില്ല. അത്യാവശ്യം മുതലുള്ള പെണ്ണിനെ കൊണ്ട് നിന്നെ കെട്ടിക്കും. നിനക്കും അത്യാവശ്യം മുതലുണ്ട്, അത് കണ്ട് അവളെ നിന്നോളും. പിന്നെ വേറെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നു മോനെ, പിന്നെ ഈ അച്ഛനെ അമ്മനെ മറന്നേക്ക്. പറഞ്ഞ് മനസ്സിലായ? എൻ്റെ അശ്വതി. മോളെ, ഡാഡി അപ്പുറത്ത് പോയി കളിക്കുക. അപ്പുറത്ത് പോയി കളിച്ചതാ ഡാഡി. എന്നാ ഇപ്പുറത്ത് പോയി കളിക്കുക. ഇപ്പുറത്ത് പോയും കളിച്ചതാ ഡാഡി. എന്നാ മുകളിൽ പോയി കളിക്കുക. വെളിയിലും പോയി കളിച്ചതാ ഡാഡി. ചേട്ടാ കൊന്നല്ലേ ഇത്? പതുക്കെ മിണ്ടിയാ മതി, അതൊക്കെ പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മളെല്ലാം പറഞ്ഞുറപ്പിച്ച സ്ഥിതിക്ക് പെണ്ണിൻ്റെ സഹോദരൻ കേൾക്കണം. എൻ്റെ ഒറ്റ മോനാണ്, എനിക്കുള്ളതെല്ലാം ഇവനാണ്. അമ്പലമൊക്കെ സ്കൂളിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് 1 ഏക്കർ വസ്തുവുണ്ട്. പിന്നെ എൻ്റെ പെൻഷൻ പൈസയും എൻ്റെ വൈഫിൻ്റെ പെൻഷൻ പൈസയും എല്ലാം മോൻ്റെ പേരില്ല. അപ്പോഴേ മോന് ജോലിയൊന്നും ഇല്ലയോ? സൈറ്റ് എഞ്ചിനീയറാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ എങ്ങനെ? നിങ്ങൾക്ക് എന്തുണ്ട്? നമുക്ക് 1 ഏക്കർ ബലൂൺ. ബലൂൺ പോലത്തെ ഒരു 1 ഏക്കർ സ്ഥലം. മാമ ബലൂൺ പൊട്ടിക്കണം മാമ. വേണ്ട പൊട്ടിക്കണ്ട. നല്ല രസമായിരിക്കും മാമ. വേണ്ട പൊട്ടിക്കണം. വേണ്ട പൊട്ടിക്കട്ടെ. വേണ്ടടാ. സീലാമതി, എന്തുവാ? അകത്തേക്ക് പോ. കുഞ്ഞല്ലേ, പതുക്കെ പറഞ്ഞാ മതി. ഞാൻ വളർത്തിയതാ. മോൻ പറഞ്ഞതുപോലെ 1 ഏക്കർ സ്ഥലവും പിന്നെ സിറ്റിയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സും, പിന്നെ അറിയാമല്ലോ അവന്റെ ഭാര്യ വിദേശത്തെ ഡോക്ടറാണ്. ഹൗസ് സർജൻ. എവിടെ? അല്ല, ചോദിക്കുന്നുണ്ടെന്ന് തോന്നണ്ട. നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് എന്തുണ്ട്? യു കണ്ടിന്യൂ.
ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കുടുംബക്ഷേത്രമുണ്ട്, കുടുംബ വിളക്കുണ്ട്, കുടുംബ യോഗമുണ്ട്, കുടുംബ കോടതിയുണ്ട്, പിന്നെ എൻ്റെ വൈഫിന് കുടുംബശ്രീയുണ്ട്. നിങ്ങൾക്ക് എന്തുണ്ട്? പാരമ്പര്യമായിട്ട് അമ്മാവന്റെ ബ്ലൂടൂത്ത് സ്പീക്കർ. അത് പണ്ടേ കത്തിപ്പോയി പുള്ളിയിലെ. കണ്ടിന്യൂ. മാമ നമുക്ക് നല്ല സൗണ്ട് വെച്ച് വേണ്ട, പിന്നെ കളിച്ചാ പോയി നമ്മളെ. ഇപ്പൊ കളിക്കണം. കല്യാണത്തിന് കളിക്കാം. ഇപ്പം പിള്ളേർ ആഗ്രഹമല്ലേ കളിക്കട്ടെ. വേണ്ട, ഇപ്പം പാട്ടിട്ടാ ശരിയാവത്തില്ല. അതുകൊണ്ടല്ലേ ഇപ്പം കളിക്കണം. വേണ്ട മോളെ. ശീലാവതി, എന്തുവാ? go straight and close the door and play inside the room. ചേട്ടാ പതുക്കെ പറഞ്ഞാൽ മതി, കുഞ്ഞല്ലേ അത്. പാവൂലെന്നത് കുഴപ്പം. പറഞ്ഞിട്ട് ബാക്കി പറഞ്ഞില്ല. ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കുടുംബ കല്ലറയുണ്ട്. ആ അമ്മയ്ക്ക് ഒരു കല്ലറും ഉണ്ട്, അതിലാ കിടക്കുന്നേ. മോനെ നമുക്കില്ലടാ കുടുംബ കല്ലറ. വീട് ഭാഗ്യവാൻ തന്നെടാ. ഒന്ന് പോച്ചാണ്. കുടുംബക്കല്ലയുടെ കേസ് പറഞ്ഞപ്പോഴാണ് മോളെ അച്ഛൻ കുഞ്ഞിനെ മരിച്ചു പോയില്ലേ, അച്ഛൻ്റെ പേരെന്തോ? ഉത്തമൻ. മാമൻ ഊത്ത് അറിയാവോ? ഇപ്പൊ ഊതണ്ട. ഇപ്പൊ ഊത്തണം. വേണ്ട മോളെ. ശീലാവതി, വായി കൊള്ളാത്തൊരു പേര് വിട്ടേക്കോ, ചീലവളിന്ന്. എനിക്ക് അതിനെക്കാട്ടിലും വലിയ ഒത്തുണ്ട്. ആദ്യം എടുത്തോണ്ട് വരുമല്ലോ. ഒരു കാര്യം ചെയ്യാം, എന്തായാലും ഇത്ര കാശ് എത്തിക്കേ, നമുക്ക് ഈ വരുന്ന ക്രിസ്മസിന് മുന്നേ ആയിട്ട് കല്യാണം ഉറപ്പിക്കാം. എന്താ അപ്പൊ ബാക്കിയല്ലെങ്കിൽ മുറപോലെ നടന്നോട്ടെ. എന്താ മാമ തീർക്കല്ലേ മാമ. ഇല്ല മോളെ, ഇത് എല്ലാം മോക്കുള്ളത്. മോൾ കഴിച്ചോ? മാമ കൊണ്ടുവന്നില്ല. അപ്പോൾ പെണ്ണിനും ചെറുക്കനും ഇഷ്ടപ്പെട്ടോന്ന് ഞാൻ ചോദിക്കുന്നില്ല. മോക്ക് ഇഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നമുക്കങ്ങ് ഉറപ്പിച്ചാലോ? അമ്മേ, ആ ഞാൻ മോളെ നോക്കി അങ്ങോട്ട് വരുമായിരുന്നു. ഈ പാലും കൊണ്ട് മോള് കയറിച്ചില്ല. പിന്നെ ചാടി കയറി ചെന്ന് കഥ തുറന്ന് അവനെ പേടിപ്പിക്കുകയൊന്നും ചെയ്യരുത്. +2 വരെ അവൻ എൻ്റെ കൂടെ കിടന്ന് ഉറങ്ങിയിരുന്നേ. അവനൊരു പേടിത്തോണ്ടിനാ മോളെ. പിന്നെ രാത്രിയിൽ എന്തെങ്കിലും സൗണ്ട് കേൾക്കുവാണെങ്കിലേ അത് മോള് തന്നെ അങ്ങ് ഡീൽ ചെയ്തേക്കണേ. ചെല്ലേ മോള് ചെന്നാട്ടെ. ദൈവമേ കാത്തോളണേ. എന്ത് പറ്റിയൊന്നും മിണ്ടാത്തേ? ഒന്നുമില്ല, എന്തോ പറയാനാ. കല്യാണത്തിന് ഇഷ്ടമല്ലായിരുന്നോ? ഇഷ്ടമൊക്കെ ആയിരുന്നു, പക്ഷേ എനിക്കിതിന് വേറൊരു കൊച്ചിനെ ഇഷ്ടമായിരുന്നു. അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇയാൾക്കത് കേൾക്കുമ്പോൾ വിഷമം വരണ്ടല്ലോ, അതെപ്പോഴങ്ങ് പറയാം. ഞങ്ങൾ അമ്പലത്തിൽ വെച്ച് സ്ഥിരമായിട്ട് കാണുമായിരുന്നേ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിരിച്ച് കാണിക്കും. പക്ഷേ ഇവിടെ കല്യാണം അച്ഛൻ ഉറപ്പിച്ചപ്പോൾ ഞാൻ അതിനോട് പോയി ചോദിച്ച്, ഇതൊരു കല്യാണം ഉറപ്പിക്കുന്നുണ്ട്, താല്പര്യമുണ്ടോ? അതിഷ്ടമായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചേ ഇവിടുത്തെ അച്ഛൻ സമ്മതിക്കുമെന്ന്. പക്ഷെ അച്ഛൻ സമ്മതിച്ചില്ല. ഇഷ്ടമെന്ന് പറഞ്ഞാൽ അത് അഗാധമായ പ്രണയമില്ല, ജസ്റ്റ് ഒരു ഇഷ്ടം. ചോദിച്ചു, വീട്ടിൽ നടത്തിയില്ല, അത്രയേ ഉള്ളൂ. അത് സാരമില്ല, ഇഷ്ടം തോന്നുന്നതൊക്കെ ആരാ ഉള്ളത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല ഉണ്ടെങ്കിൽ. ഈ ഗ്രൂപ്പിലുള്ള എൻ്റെ 2010 ബാച്ചിലെ ഗുഡ്ഷപ്പേഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഞാൻ തെളിവായിട്ടിടുന്നു. എന്തെന്ന് വെച്ചാൽ, നീ ഒന്ന് സാറിനെ പേടിച്ച് ഇങ്ങോട്ട് വരണ്ടാടാ. എനിക്ക് ആരുടെയും സഹായവും വേണ്ട, കാരണം എൻ്റെ ആവശ്യമാണല്ലോ എൻ്റെ ആദ്യരാത്രിക്ക് പണി തന്നവനായിട്ട് തിരിച്ച് പണി കൊടുക്കാൻ. അതേടാ, ഞാൻ വിമലിൻ്റെ വീട്ടിൽ ബാൽക്കണി നിൽപ്പുണ്ട്. കാണ് 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 തെളിവ്. അവൻ അറിയണം ഈ പണി അവന് ഞാനാ കൊടുത്തതെന്ന് അവൻ അറിയണം. കാരണം എൻ്റെ ആദ്യരാത്രിക്ക് നായ്ക്കണ്ണ പൊടിയിട്ടിട്ട് ഞാനും അവളോട് ചോർന്നു.
എനിക്ക് അറിയത്തുള്ളൂ. നീ ഒന്നും വരണ്ട, സാറിനെ പേടിച്ച് അവിടെ ഇരിക്കടാ. പണ്ട് പഠിപ്പിച്ചതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇത് ഞാൻ അവൻ്റെ മുറിയിലിട്ട് പൊട്ടിക്കും. അവന് ശബ്ദം കേട്ടാൽ അവൻ രാത്രി കുളമാവട്ടടാ. അവൻ അറിയണം ഞാൻ തന്നെ. നോക്ക്, എന്നെ മൊത്തത്തിൽ കാണും. ഞാൻ തന്നെയാടാ തെണ്ടി വിമലേ, ഞാൻ തന്നെയാടാ. കത്തിക്കൂടെ നിന്ന് നിന്നെ ഞാൻ. ആദ്യ രാത്രി അയ്യോ ചേട്ടാ ചേട്ടാ എഴുന്നേറ്റേ. കൊച്ചിന്റെ വീട്ടിൽ നിന്ന് വിളിക്കുന്നു. ഹലോ. ആ സുഖം. അതെ ഇപ്പൊ പാല് കൊണ്ട് അവര് റൂമിലേക്ക് പോയതേ ഉള്ളൂ. ആ അതറിയാം. പറഞ്ഞോ. ഹലോ. ചെറിയൊരു പ്രശ്നമാ. അതായത് മൂക്ക് വലിയ ശബ്ദം കേൾക്കുമ്പോ ചെറുതായിട്ടൊന്ന് വലിയ ശബ്ദമാണേ, ചെറിയ ശബ്ദമല്ല. ടെൻഷനൊന്നും അടിക്കണ്ട, വിഷിച്ചേക്കല്ലെന്ന് പറഞ്ഞേക്കണേ മോനോട്. ഒരു കുഴപ്പമില്ല, അവൻ നന്നായി നോക്കിക്കോളൂ. അറിയാലോ കൊടുത്തത്, കാറ് കീറ് ഒക്കെ കൊടുത്തില്ല പാവൻ. അപ്പോ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്തുവാടി ഇത്? ഇനിയിപ്പോ എന്ത് ചെയ്യും? കടിച്ചതിനെക്കാട്ടി വലുതാണല്ലോ പുനത്തിയിരുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, സുധീഷ് മോനെ അങ്ങ് കെട്ടിക്കാം. സുധീഷ് മോനെ കെട്ടിച്ചിട്ട് സുധീഷ് മോനാകുമ്പം നമ്മളെ മോൻ്റെ കാര്യം നോക്കുമല്ലോ. സുധീഷ് മോൻ കെട്ടിയ പെണ്ണ് നമ്മളെ മരുമോളെ കേസ് നോക്കാമല്ലോ. മാസം പൈസ നമ്മൾ കൊടുത്താൽ പോരെ? എൻ്റെ പെൻഷനിൽ നിന്ന് കുറച്ച് പൈസ സുധീഷിന് കൊടുക്കാം. നീ നിന്റെ പെൻഷൻ പൈസ നീ സുധീഷിൻ്റെ പെണ്ണിന് കൊടു. നിങ്ങൾ മിണ്ടരുത്. എല്ലാം അറിയാവുന്നൊരു പെങ്കൊച്ചിൻ്റെ ആലോചനയായിട്ട് മോൻ വന്നേ ഇല്ലയോ? അപ്പം നിങ്ങൾക്കല്ലായിരുന്നോ സോക്കേട്? പണത്തിൻ്റെ മീതെ പരന്തങ്ങ് പറഞ്ഞോ? പരന്ത് പറഞ്ഞില്ല, പക്ഷെ കാലം പറഞ്ഞതേ.